മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു നിമിഷം പാർട്ടി ഓഫീസാണെന്ന് കരുതി രാജ്യസഭയിൽ നിന്ന് റഹീം വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടോ? എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും, വെളിച്ചം കടക്കാത്ത അറകളിലൂടെ സുൽത്താൻമാർ ഒളിച്ചോടും. അപ്പോൾ ഉറക്കച്ചടമില്ലാത്ത എന്റെ കുട്ടികൾ അതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. ഇത് സീരിയസ് ആയിട്ട് ആളുകൾക്ക് മണ്ടത്തരം പറയാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ ഈ ഡബിൾ എ റഹീമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐശ്വര്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വ്യക്തമാക്കുന്ന മറ്റൊരു വീഡിയോ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. നിങ്ങൾ ഇത് തന്നെ കേട്ടില്ലേ? ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ പ്രസംഗിക്കുക. അല്ല, നരേന്ദ്രമോദിയും അമിത്ഷാ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഓട് പൊളിച്ചാണ് വന്നിട്ടുള്ളത്. എന്തോ ഭീരങ്കി, എന്തോ അടിച്ചമർത്തലുള്ള ഒരു ഭരണകൂടത്തിനെതിരേക്ക് പ്രസംഗിക്കുന്നത് പോലെയാണ് ഈ വിളിച്ചു പറയുന്നത്. റഹീമിനോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാ. തൽക്കാലം ഇത്തരം പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ വല്ല പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് എടുത്താൽ മതി. ചിലപ്പോൾ അവര് കൈയടിക്കാൻ മതി. അതുപോലും ഇനി ഉണ്ടാവോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ബംഗാളാണെങ്കിലും രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ഈ സാധനം, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും പണ്ട് പറഞ്ഞ അതേ ആവേശത്തിൽ ഇതും പൊക്കി പിടിച്ചാണ് നടക്കുന്നത്. അല്ല, ഇപ്പൊ ഇവരും സാമ്രാജ്യത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞാണ് വല്ല പ്രസംഗമൊക്കെ നിരന്തരം നടത്താറുള്ളത്. ഇപ്പൊ കണ്ടു വെനിസ്വേല വിഷയത്തിലൊക്കെ വളരെ വലിയ രീതിയിൽ ഇടതുപക്ഷ രംഗത്തിറങ്ങി പ്രതിഷേധമൊക്കെ ആയിട്ട് വല്ല പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് ഇതിനോടൊക്കെ നിങ്ങൾക്ക് വല്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ പറയുന്നത് പോലെ അമേരിക്കയിലേക്ക് ഓടിപ്പോകുന്നത് ഒന്ന് നിർത്തിക്കൂടെ എന്നൊന്ന് പറഞ്ഞു കൊടുത്തൂടെ റഹീമേ? ഈ മലയാളികൾ ഇത് കാണുന്നവരൊന്നും മണ്ടന്മാരല്ല എന്ന് റഹീമിനും ഈ ആളുകൾക്കൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? നിങ്ങൾ ഈ അമേരിക്കക്കെതിരെ ഇപ്പൊ വെനിസ്വേല വിഷയത്തില് അമേരിക്കക്കെതിരെ കേരളം ഒന്നടങ്കം വലിയ പ്രതിഷേധ ഇവര് സാമ്രാജ്യത്വത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങല്ലോ. ഫുൾ കേരളം മൊത്തം ഇപ്പൊ പ്രതിഷേധ വെനിസ്വേല വിഷയത്തില് അമേരിക്കക്കെതിരെ വലിയ പ്രതിഷേധം. ഏറ്റവും ചുരുങ്ങിയത് ഇതിനോടൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു ചെറിയ ശതമാനമെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ആത്മാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു അസുഖം വരുമ്പോഴേക്ക് ഓടി അമേരിക്കയിലേക്ക് പോകുന്നതൊന്ന് നിർത്തുക. ആദ്യം അതൊന്ന് നിർത്തുക. എന്നിട്ട് പോലെ അമേരിക്കക്കെതിരെയുള്ള ഇജാതി ഓരോ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ വെനിസ്വേല വിഷയത്തിൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ് എന്ന് പരിശോധിച്ചു. ഇന്ത്യൻ എംബസി കൃത്യമായിട്ട് പുറത്തിറക്കിയിരിക്കുന്നു. അങ്ങോട്ട് വെനിസ്വേലയ്ക്കായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാണ്. അതേപോലെ തന്നെ എന്ത് സഹായങ്ങൾക്കും കൃത്യമായിട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിക്കഴിഞ്ഞു. ഏത് രീതിയിലുള്ള വിഷയങ്ങൾക്കും ഇന്ത്യൻ പൗരന്മാർക്ക് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെടാനുള്ള കോണ്ടാക്ട് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ എംബസി പുറത്തിറക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാണ്, ഈ ഒരു വിഷയത്തിൽ വെനിസ്വേല അമേരിക്ക വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് എന്താണ് എന്നുള്ളത് ഈ സമയം വരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുവരെ നമ്മൾ അതിലൊരു അഭിപ്രായം പറഞ്ഞ് അവിടെ ഇവിടെ പറഞ്ഞു നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി നമ്മുടെ രാജ്യം ലോകത്തേത് നിലപാടെടുക്കുന്നോ അതിനനുസരിച്ചല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഇവരിപ്പോ ചാടി വീട് സാമ്രാജ്യത്വത്തിനെതിരെ മറ്റേതിനെതിരെ എന്നിട്ട് ഇവരുടെ പിണറായി വിജയൻ തന്നെ ഒരു അസുഖം വന്നാൽ, ഒരു പനി പിടിച്ചാൽ പോലും ഓടി അമേരിക്കയിലേക്കാ. എന്നിട്ട് അമേരിക്കക്ക് നാണല്ലേ? നാണമില്ല റഹീമേ? ഈ രാജ്യസഭയിൽ നടത്തുന്ന പ്രസംഗമൊക്കെ ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ നേരെ പിണറായി വിജയന്റെ അടുത്ത് പോവാ. ദയവ് ചെയ്തിട്ട് കാലം പിടിച്ചിട്ടെങ്കിലും പറയും അമേരിക്കയിലേക്ക് പോകുന്നതൊക്കെ ഒന്ന് നിർത്തി തരുമോ എന്ന്. എന്നിട്ട് പോലെ തെരുവിൽ സാധുക്കളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഇങ്ങനെ റോട്ടിലും തെരുവിൽ ഇങ്ങനെ ഇറക്കിയിട്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തല്. നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് BJPയുടെ ഐശ്വര്യമാണ് റഹീം എന്നുള്ളത്. ഞാൻ അതൊന്നും ഇവിടെ കൊടുക്കാം. സഭയിൽ നിന്നാണ് ഇതൊക്കെ പ്രസംഗിക്കുന്നത്. നിങ്ങൾ കേട്ടു നോക്കൂ. എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? സർ, 2 പിണറായി സർക്കാരുകൾ കേരളം ഭരിച്ചു. ആദ്യത്തെ പിണറായി ഗവൺമെന്റിന് ശേഷം രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് എന്ന സർ ഗോയിങ് ടു കൺക്ലൂഡ് ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റിലേക്ക് വരുന്ന സമയത്ത് BJP നേതാക്കൾ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ യഥേഷ്ടം ഞങ്ങൾ ഉറപ്പ് പറഞ്ഞ വെൽഫെയർ മെക്കാനിസം അതുപോലെ തുടർന്നു കഴിഞ്ഞാൽ, ഡെവലപ്മെന്റ് അതുപോലെ തുടർന്നു കഴിഞ്ഞാൽ
വീണ്ടും ഞങ്ങളുടെ ജനപ്രീതി കഴിയുമെന്നും BJPക്ക് ഒരിക്കലും അവിടേക്ക് കയറി വരാൻ കഴിയില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർ ബോധപൂർവമായി ഒരു പൊളിറ്റിക്കൽ പാക്കേജായി കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് കാര്യം, കോൺഗ്രസിന്റെ എംപിമാർ അതിനെ ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല. അവർ ഒരുമിച്ച് നിന്ന് കേരളം മുടിഞ്ഞു പോകട്ടെ, തകർന്നു പോകട്ടെ എന്ന് കരുതുകയാണ്. നിങ്ങൾ കേട്ടില്ലേ, ഈ ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര സർക്കാർ കേരളത്തെ ഇല്ലാതെയാക്കാൻ, ഇതൊക്കെ കേട്ടാൽ ബുദ്ധിയുള്ള ആളുകൾ പുച്ഛിച്ച് തള്ളില്ല. എന്തില്ലാതെയാക്കാൻ, എന്താണ് ഇയാൾ വിളിച്ചു പറയുന്നത് എന്ന് ചിന്തിക്കില്ലേ? നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐശ്വര്യമാണ് AA റഹീം എന്നുള്ളത്. അത് വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ ഒരു ഭാഗമാണ് ഈ പറയുന്ന CPIM, ഈ CPM എന്ന് പറയുന്നത്. എന്നിട്ട് ഇതേ CPMകാർ തന്നെ സഭയിൽ നിന്ന് വിളിച്ചു പറയാണ്, കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്നില്ല, കോൺഗ്രസ്സുകാർ അങ്ങനെയാണ്, കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണ്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു അവസ്ഥ. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി രാജ്യത്തൊരിക്കലും അധികാരത്തിലേക്ക് എത്തില്ല എന്നതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്തിയാൽ തന്നെ രാജ്യം കുട്ടിച്ചോറാകുമെന്നുള്ളതും ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. നിങ്ങൾ തന്നെ കണ്ടില്ല, പ്രതിപക്ഷത്തായിട്ട് പോലും ഒരു ഐക്യമില്ല. ഇവര് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ കോൺഗ്രസിനെ തോന്നിയത് വിളിച്ചു പറയുന്നത്? കോൺഗ്രസ് എന്താ? കോൺഗ്രസിലെ VD സതീശൻ മുതൽ കേരളത്തിലെ സകല ആളുകളും ഇടതുപക്ഷത്തിനെതിരെയും, അതായത് ഇവര് തന്നെ തമ്മിൽ തല്ല. ഈ തമ്മിൽ തല്ലുന്നൊരു സംവിധാനത്തെ ബോധവും വിവരവും വിവേകവും ഉള്ള ഒരു ജനത രാജ്യത്തിന്റെ അധികാരത്തിലേക്കൊക്കെ എത്തിക്കോ? നമ്മളിപ്പോ ലോകം മൊത്തം ഒരുപാട് രാജ്യങ്ങളിൽ വിഷയം കാണുക. അത് വെനിസ്വേലയാണെങ്കിൽ പ്രശ്നത്തിലാണ്, ഈ പറയുന്ന നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പ്രശ്നങ്ങളാണ്. സകല സ്ഥലങ്ങളിലും ഒരുപാട് രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. മിക്കവാറും ഇത്തരം രാജ്യങ്ങളിലെ പ്രശ്നങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അതിലൊക്കെ വ്യക്തമായിട്ടൊരു ഉത്തരം കാണാൻ സാധിക്കും. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അസ്ഥിരാവസ്ഥയിലേക്ക് ഒരു രാജ്യത്തുന്ന സമയത്താ, അതായത് കൃത്യമായിട്ടൊരു നേതൃത്വം ഇല്ലാതെയാവുന്ന സമയത്താണ് രാജ്യത്ത് വലിയ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവാറുള്ളത്. രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാറുള്ളത്. കൃത്യമായിട്ടൊരു സംവിധാനം, ഒരു രാജ്യത്ത് കൃത്യമായ ഒരു ഭരണാധികാരി ഇല്ലാതെ ഇരിക്കുമ്പോഴാ വലിയ പ്രശ്നങ്ങൾ ഓരോ രാജ്യം, നമുക്ക് ഏത് രാജ്യമാണെങ്കിലും എടുത്ത് പരിശോധിക്കുക. ഈ കലാപങ്ങൾ ഉണ്ടാവുന്ന, പൊട്ടിപ്പുറപ്പെടുന്ന, മറ്റേതെങ്കിലും രാജ്യങ്ങൾ പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന സകല വിഷയങ്ങൾ എടുത്തു നോക്കിയാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കൃത്യമായിട്ടൊരു സ്ഥിരതയില്ലാത്തൊരു രാഷ്ട്രീയ സംവിധാനം എവിടെ വരുന്നോ അവിടെ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ ഇന്ത്യ മുന്നണിയൊക്കെ അഥവാ നമ്മുടെ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്തിയാൽ അന്ന് നമ്മുടെ രാജ്യം കുട്ടിച്ചോറാകുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ. ഈ പറയുന്ന റഹീം കോൺഗ്രസ് ആണെങ്കിൽ CPM-നെ, CPM ആണെങ്കിൽ കോൺഗ്രസ് DMK-നെ, കോൺഗ്രസ് മമതക്കെതിരെ ഈ പറയുന്ന സഖ്യത്തിലുള്ള സകല ആളുകളുമായിട്ട് കോൺഗ്രസ് തല്ലുക. ഈ CPM ആണെങ്കിലും അതേപോലെ തന്നെ. ജോൺ ബ്രിട്ടാസ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞത് ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവിന് രാജ്യത്ത് ആവശ്യമുണ്ടെന്ന. ഈ കോലത്തിലാണ് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ഈ പ്രതിപക്ഷം നമ്മുടെ രാജ്യത്ത് എന്ന് അധികാരത്തിലെത്തുന്നോ അന്ന് നമ്മുടെ രാജ്യം കുട്ടിച്ചോറാവും എന്നുള്ളത് വളരെ ഗൗരവത്തില് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും തിരിച്ചറിയണം. ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം നമ്മൾ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ സമാധാനത്തിലും സുരക്ഷയിലും സൗകര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു ഭാരതീയരും ഒരിക്കലും മറക്കരുത്.